കൊല്ലത്ത് നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മൾ കണ്ടുവരുന്ന ഒരു വലിയ മാറ്റം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരസ്പരം മാറി മാറി വിജയിക്കുക എന്നുള്ളൊരു മാറ്റം മാത്രമാണ്. ഒരു തരത്തിലുള്ളൊരു വികസനമോ മറ്റൊരു ഉയർച്ചയോ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജനിച്ചു വളർന്ന കാലം മുതൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് കശുവണ്ടി മേഖലയിലുള്ള അമ്മമാർ ജോലിക്ക് പോകുന്നതാണ്. ഇന്ന് ആ അമ്മമാർ പലരും വീടുകളിൽ തന്നെയാണ്, ജോലിയില്ല. കശുവണ്ടി ഫാക്ടറികൾ ധാരാളമുള്ള കൊല്ലം മേഖലയിൽ കശുവണ്ടി ഫാക്ടറികളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ധാരാളം യുവതികൾ ഇന്ന് ജോലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഫാക്ടറികളും മറ്റുമൊക്കെ അടഞ്ഞു കിടക്കുന്നത് വളരെയേറെ ശോചനീയമായ അവസ്ഥയാണ്. നല്ലൊരു മാറ്റം ഇത്തരത്തിൽ ജനങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ മാറി മാറി വിജയിപ്പിക്കുമ്പോൾ ഈ ജനങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്ത് മാറ്റമാണ് ഇത്തരത്തിൽ ഈ വർഷങ്ങളായിട്ട് മാറി മാറി ആൾക്കാർക്ക് വോട്ട് നൽകി വിജയിപ്പിച്ചതിന് ശേഷം ഈ നാട്ടിലുണ്ടായ മാറ്റം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയാൽ, അതുപോലെ തന്നെ ഒരു പൂച്ച മാന്തിയാൽ, ഒരു പട്ടി കടിച്ചാൽ പോലും എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. 2-3 തവണ അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. മൃഗാശുപത്രികൾ ഇന്ന് കൊല്ലത്ത് മൃഗാശുപത്രികൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആ പദ്ധതികളൊക്കെ നിന്ന് പോയിരിക്കുന്നു. നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരുപാട് ടൂറിസം സംബന്ധമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. സാമ്പ്രാണിക്കൊടി പോലെയുള്ള, മൺറോത്തുരുത്ത് പോലെയുള്ള അങ്ങനെ പല പല സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ കാര്യമായൊരു വികസനം ടൂറിസം മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിൽ കാര്യമായൊരു മാറ്റം കൊണ്ടുവന്നാൽ മറ്റുള്ള ജില്ലകളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കൊല്ലത്തൊന്നും തന്നെ ഇല്ല. അതിനകത്തൊരു മാറ്റം വരുവാണ് എങ്കിൽ തീർച്ചയായിട്ടും ടൂറിസം മേഖലയിൽ കൊല്ലം ജില്ലയിലേക്ക് കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട്. കൊല്ലം മണ്ഡലത്തിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഉളിയക്കോവിൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഈ ഉളിയക്കോവിൽ ഏരിയയിൽ ഒരു വികസനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും നാളായിട്ടും ഇത്രയും വലിയൊരു ക്ഷേത്രമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വിളിയേക്കുന്ന ഒരു ക്ഷേത്രമാണ് ഉളിയക്കോവിൽ അമ്മയുടെ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു വികസനങ്ങളും ഇന്ന് വരെ ഒരു പാർട്ടിക്കാരും നടത്തിയിട്ടില്ല. ഇനി അങ്ങനെയുള്ള നല്ല ആൾക്കാർ വന്നാൽ, നല്ല ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ആൾക്കാർ തന്നെയാണ്, പക്ഷേ അതിന് പ്രവർത്തിക്കാനുള്ള ആൾക്കാർ വരണം. എന്നാലേ പ്രവർത്തനം മുന്നോട്ട് പോകത്തുള്ളൂ.